പുളിയൻമലയിലെ മാലിന്യക്കൂമ്പാരം നീക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കാത്തതിനെതിരെ LDF മുനിസിപ്പൽ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. പുളിയൻമല ടൗണിൽ നിന്ന് മാലിന്യ സംസ്കരണശാലയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന ധർണ CPIM ഏരിയ സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. പുളിയൻമലയിലെ മാലിന്യ സംസ്കരണശാലയിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കാത്ത നഗരസഭയുടെ നടപടിക്കെതിരെയാണ് LDF മുനിസിപ്പൽ കമ്മിറ്റി മാർച്ച് നടത്തിയത്. സംസ്കരണ കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ചിൽ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ 5 പഞ്ചായത്തിലെയും നഗരസഭയിലെയും ദൈനംദിന ആടുകളെ കൊല്ലുന്ന സ്ഥലവും അതുപോലെ തന്നെ കട്ടപ്പനയിലെ നഗരസഭയിലെ മാലിന്യങ്ങൾ അതാത് ദിവസങ്ങൾ എത്തിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇതിനു മുമ്പും 2-3 തവണ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പം നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഈ ഒഴുകുന്ന ആ വെള്ളത്തിൽ ചോരയുണ്ട്. സ്ലോട്ടർ ഹൗസിൽ നിന്നും കൊല്ലുന്ന മാടിന്റെ ചോരയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ കിടക്കുന്ന സ്ഥലത്തു കൂടി ഒഴുകിപ്പോകുന്നത്. അത് ഒഴുകിച്ചെന്ന് കൂട്ടാർ എന്ന് പറയുന്ന പുഴയിലാണ് ചേരുക. അപ്പോൾ ഈ മാലിന്യം പുഴയിലൂടെ എത്തുമ്പോൾ ഇടയ്ക്കുള്ള ഈ പ്രദേശത്തെല്ലാം പുഴുക്കളും മറ്റ് കൊതുകുകളുമെല്ലാം പെരുകുകയും ഇത് പുഴയിലെത്തി അത് കുളിക്കുന്ന ജനങ്ങൾക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതി കാലങ്ങളായി ഇവിടെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ മാടിനെ കൂടുതലായി കൊല്ലുമ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ അറിയാം, കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഈ പ്രദേശത്തെ കൃഷി മുഴുവൻ കരിഞ്ഞുപോയി. ഈ ചെടികളെല്ലാം കരിഞ്ഞുപോയി. അപ്പോഴെല്ലാം ഇവിടുത്തെ ജനങ്ങൾ ഈ മാലിന്യ പ്ലാന്റ് പുനർനിർമ്മിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പരിഹാരമുണ്ടാകണമെന്ന് പറയുമ്പോഴെല്ലാം മുഖം തിരിഞ്ഞ സമീപനം സ്വീകരിക്കുകയാണ് കട്ടപ്പന നഗരസഭ. 5 വർഷത്തിലേറെയായി ഇവിടെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. മഴക്കാലത്ത് അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ സമീപത്തെ പുരയിടങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ഒഴുകിയെത്തുന്നു. മാലിന്യ സംസ്കരണ കേന്ദ്രത്തോട് ചേർന്നാണ് നഗരസഭയുടെ അറവുശാലയും പ്രവർത്തിക്കുന്നത്. ഇവ രണ്ടും ഒരു സ്ഥലത്ത് പാടില്ലെന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലവിലുണ്ട്. കൌൺസിൽ യോഗങ്ങളിൽ LDF കൌൺസിലർമാർ പലതവണ ആവശ്യമുന്നയിച്ചിരുന്നു. 3 മാസം മുൻപ് മാലിന്യം നീക്കാൻ നഗരസഭ കരാർ നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല. അറവുശാലയിൽ ലക്ഷങ്ങൾ വരെയുള്ള യന്ത്രസാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. മാലിന്യ പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ നഗരസഭ ഓഫീസ് പടിക്കൽ മാർച്ചും ധരണയും നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. മുൻ നഗരസഭാ കൌൺസിലർ MC ബിജു അധ്യക്ഷനായി. LDF നേതാക്കളായ VR ശശി, അഡ്വക്കേറ്റ് മനോജ് M തോമസ്, SS പാൽരാജ്, N രാജേന്ദ്രൻ, KN കുമാരൻ, ടെസൻ കളപ്പുര തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.